ലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാട്ടോ ഒന്ന് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഒറ്റ കളർ ഉണ്ടാക്കിയാലും രസമുണ്ടാവും, ഡബിൾ ഷെയ്ഡ് ഉണ്ടാക്കിയാലും രസമുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവുമല്ലോ. ഞാനിത് കൈ കിട്ടിയപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക, അതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഗ്രീൻ കളറിലുള്ള ഒരു പൈപ്പ് ക്ലീനറാണ്. ഇത് വൈറ്റ്, ഇത് റെഡ്, ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. തണ്ട് കൊടുക്കാനായിട്ട് ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ഫ്ലവർ നമ്മൾ ഇതിൽ റെഡ് കളറായിട്ട് കൊടുത്തിരിക്കുന്നത്, ഇതൊന്ന് വൈറ്റ് ആയിട്ട് കൊടുക്കാം. ഈ പൈപ്പ് ക്ലീനർ ഗിൽറ്ററായിട്ട് കിട്ടും, പ്ലെയിൻ ആയിട്ട് കിട്ടും, ഏത് കളർ വേണമെങ്കിലും കിട്ടും. ഇതിൽ പിന്നെ പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇതും ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഇതിൽ എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്യണം. ഞാൻ കുറച്ച് വലുപ്പത്തിലും കുറച്ച് ചെറുതിലും അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് സെയിം നമുക്ക് റെഡിലും കട്ട് ചെയ്തെടുക്കാം. ഈ കുറച്ച് വലുതായിട്ടുള്ള ഈ ഒരു റെഡ് കളർ എടുത്തിട്ട് ഈ ഒരു വൈറ്റ്, ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഭയങ്കര സൗണ്ടായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു വൈറ്റ് എടുത്തിട്ട് ഒരു റെഡ് ഇങ്ങനെ ഒരു ചുറ്റിയിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കണേ. കണ്ടോ? ഒന്ന് ചുറ്റിയിട്ട് ഇനി ഒരു വൈറ്റ് എടുക്കുക, ഒരു ചുറ്റുക, ഇതിനെ ഇവിടെ ഇങ്ങനെ ചുറ്റാം. എന്നിട്ട് ഈ വൈറ്റ് റെഡിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു വൈറ്റും ചുറ്റി കൊടുക്കുക. രണ്ട് ചുറ്റി. അപ്പോൾ നമ്മൾ ഈ അറ്റത്തും രണ്ട് ചുറ്റി. ഇനി ഇത് മൂന്നെണ്ണം കൂടി കൂട്ടി പിടിച്ചതിന് ശേഷം ഈ രണ്ട് സൈഡിലത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക. കണ്ടോ? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒരു നീളം കൂടി ഒന്നിനെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഒന്ന് പിരിച്ചു കൊടുക്കുക. എന്നാൽ ഒരെതളായി. ഇതിനെ നമുക്കിങ്ങനെ വളച്ചു കൊടുക്കുക. ഇതിനെ ഈ നന്നായിട്ടൊന്നിങ്ങനെ വളച്ചു കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ ഒരു എതളിൻ്റെ രൂപമായി. ഇങ്ങനെ നമുക്ക് ഒരു 4 എതളും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ 5 എതളിലാണ് നമ്മളൊരു ഫ്ലവർ സെറ്റ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ. അതേപോലെ ഒരു വൈറ്റ് എടുത്തു, റെഡൊന്ന് ചുറ്റി കൊടുക്കുക. റെഡൊന്ന് ചുറ്റി ഒരു റെഡും കൂടി എടുക്കുക, ഒരു വൈറ്റ്. ഇവിടെ ഒന്നും എടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചിട്ട് ഇതിൽ നീളം കൂടിയ ഭാഗം എടുത്തിട്ട് ചുറ്റി കൊടുക്കുക. രണ്ടേതളായി. നമുക്ക് ഒരു 3 എണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയും കൂടി അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ 5 എതൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ നടുക്ക് കൊടുക്കാനുള്ളൊരു മുട്ടുണ്ടാക്കാം. 5 എതളായിട്ടോ. അപ്പോൾ റെഡ് വെച്ചിട്ടുണ്ടാക്കാം നടുക്ക്. ഒരു കുറച്ച് വലിയ പീസ് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഇങ്ങനെ വരിക്ക് ചുറ്റി കൊടുക്കാം. നമുക്ക് 2-3 പീസ്. അതേപോലെ ഈ ഒരു സൈഡും കൂടി ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒന്ന് തിരിച്ചിങ്ങനെ കൊടുക്കുക കേട്ടോ. കണ്ടോ? ഇനി നമുക്കിതിലേക്ക് ഈ ഓരോന്ന് വെച്ചിട്ട് വൈറ്റ് കളറും കൊണ്ട് തന്നെ ചുറ്റി കൊടുക്കുക.
ഇനി തണ്ടിന് കൊടുക്കാനായിട്ട് നമ്മളിത് ഗ്രീൻ കളർ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു കമ്പി കേട്ടോ. ഇത് അറിയാത്തവരുണ്ടാവും, ഇത് അറിയുന്നവരും ഉണ്ടാവും. ഇതിങ്ങനെ ചുറ്റി കൊടുത്താൽ ഇതിൻ്റെ ഞെട്ടിന് നമ്മൾ കൊടുക്കില്ലേ അതേപോലെ. രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് അടുപ്പിച്ചിട്ട് അങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. തണ്ട് തന്നെ ഈ കമ്പി നടുക്കിൽ കൊടുക്കണം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. തണ്ടില്ലാണ്ട് ചെറുതായിട്ട് കൊടുക്കുന്നവരും ഉണ്ട്, തണ്ട് നീളത്തിലായിട്ട്. ഞാൻ തണ്ടിന് കൊടുത്തു. നമുക്ക് തണ്ടിലൊക്കെ ഇത് ചുറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മളെങ്ങനെ വളയ്ക്കുന്നു വെച്ചാൽ ഒരു ഫ്ലെക്സിബിളായിട്ടാണ് ഇത്, എങ്ങനെ വേണമെങ്കിലും വളഞ്ഞോളും. ഇത് നമ്മളെങ്ങനെ ചുറ്റിയാലും അതേപോലെ ഇരിക്കും കേട്ടോ. അതിൽ ചെറിയൊരു കമ്പി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിന് പശയുടെ ആവശ്യമില്ല, കളറിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് 2 ഇല ഉണ്ടാക്കാം. ഇല ഇതും കൊണ്ട് തന്നെയാണ്. ലാസ്റ്റ് ഇല വയ്ക്കുന്ന സമയത്ത് നമുക്ക് തണ്ട് ബാക്കിയുള്ള കൂടി ചുറ്റിയെടുക്കാം. ഇല നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. ഒരു പച്ച കളർ ഇതെടുത്തിട്ട് ഇതിങ്ങനെ തന്നെ ചുറ്റുക. പിന്നെയും ഒന്നെടുക്കുക, ഇങ്ങോട്ട് ചുറ്റുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും. ചെറിയ ഇല വേണമെങ്കിൽ ചെറുത് മതി, വലിയ ഇല വേണമെങ്കിൽ വലുതാക്കിയിട്ട് തന്നെ ചുറ്റണം കേട്ടോ. ഇതിനെ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ എങ്ങോട്ട് അടുപ്പിച്ചാലും അത് അതേപോലെ ഇരിക്കും കേട്ടോ. അതാണ്, കണ്ടോ. ഇവിടെ കൂർപ്പ് വേണമെങ്കിൽ ഇങ്ങനെ തലപ്പത്തേക്ക് വലിച്ചിട്ട് ഒന്ന് കൊടുത്താൽ കൂർത്തിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ 2 ഇല ഇവിടെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വലിയ ഇല വേണമെങ്കിൽ വലുത് വയ്ക്കാം കേട്ടോ. ഞാൻ ചെറിയൊരു ഇലയാണ് കൊടുത്തിട്ടുള്ളൂ. ഇതിനെ സെയിം ഒന്ന് എടുത്തിട്ട് ഇതിലിങ്ങനെ വലിച്ച് ചുറ്റി കൊടുക്കുക. രണ്ടാമത്തെ ഇലയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കണം എന്നാൽ ഗ്ലൂ ഗണ്ണിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഗ്ലൂ ഗണ്ണ് എടുത്തിട്ടില്ല. ഇങ്ങനെ ലാസ്റ്റ് ഇതിൻ്റെ ഇടയിലേക്ക് ഒരു വെച്ച് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അറിയുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷേ അറിയാത്തവർക്കുള്ളതാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഏത് കളർ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഏത് കളർ വാങ്ങിയിട്ടും നമുക്ക് ഡബിൾ ഷെയ്ഡായിട്ട് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ഒറ്റ കളറായിട്ടും കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം കേട്ടോ.